ഭാരതാംബ വിഷയത്തിൽ ഗവർണർക്കെതിരെ നിലപാട് കടുപ്പിച്ച സർക്കാർ. ഭാരതാംബ ചിത്രം ഉപയോഗിക്കുന്ന പരിപാടികളിൽ സർക്കാർ പ്രതിനിധികൾ പങ്കെടുക്കില്ല. ഗവർണർക്ക് തോന്നും പോലെ കാര്യങ്ങൾ ചെയ്യാനാകില്ലെന്ന് മന്ത്രി വി ശിവൻകുട്ടി റിപ്പോർട്ടറിനോട് പറഞ്ഞു. വിഷയത്തിൽ നിയമ സെക്രട്ടറിയോട് സർക്കാർ നിയമോപദേശം തേടി. അതേസമയം രാജ്ഭവനിലേക്ക് എസ്എഫ്ഐ അല്പസമയത്തിനകം പ്രതിഷേധ മാർച്ച് നടത്തും. RSSന്റെ കൊടി വെച്ചുകൊണ്ടുള്ള ഒരു വനിതയെ രാജ്ഭവനിൽ പ്രതിഷ്ഠിക്കണം എന്നുള്ള ഇത്ര നിർബന്ധം എന്തിനാണ് ഗവർണർ കാണിക്കുന്നത്? സംസ്ഥാന മന്ത്രിസഭയുടെ ശുപാർശ പ്രകാരമാണ് ഗവർണർ പ്രവർത്തിക്കേണ്ടത്. അല്ലാതെ ഗവർണറുടെ ഇഷ്ടം പോലെ പ്രവർത്തിക്കാനൊന്നും പറ്റുന്നില്ല. ഇത് ജനാധിപത്യ രാഷ്ട്രമാണ്. രാജ്ഭവൻ എന്ന് പറയുന്നത് RSSന്റെ ചിഹ്നം വെച്ചുകൊണ്ട് പൂജിക്കാനുള്ള സ്ഥലമൊന്നുമല്ല. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ ഇന്നലെ തന്നെ ഞങ്ങൾ പറഞ്ഞല്ലോ, അതിനെ എതിർക്കും, അതിൽ പങ്കെടുക്കില്ല. പുറത്താണെങ്കിലും അകത്താണെങ്കിലും പങ്കെടുക്കുന്ന പ്രശ്നമേ ഇല്ല. അതിനുള്ള അധികാര അവകാശമൊന്നും അവർക്കില്ല. വിവരങ്ങളുമായി നമുക്കൊപ്പം റഹീസ് റഷീദും TV പ്രസാദും ആഷ്യൻ ഡിയേഗോയും ചേരുകയാണ് തത്സമയം. ആദ്യം റഹീസ് റഷീദിലേക്ക്. റഹീസ് റഷീദ്, നിയമോപദേശം തേടിക്കഴിഞ്ഞിരിക്കുന്നു സർക്കാർ. നിയമപരമായി തന്നെ നേരിടുക, പ്രതിഷേധത്തിനൊപ്പം, അതാണോ നിലപാട്? സുജിയ, അങ്ങനെ തന്നെയാണ് സർക്കാരിന്റെ നിലപാട്. ഒരു വശത്ത് സർക്കാർ രാഷ്ട്രീയമായ പ്രതിരോധം തീർക്കും, മറുവശത്ത് നിയമപരമായി ഈ വിഷയത്തിൽ എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്നതാണ് തേടുന്നത്. നിയമ സെക്രട്ടറിയോട് ഇത് സംബന്ധിച്ച നിയമോപദേശം ചീഫ് സെക്രട്ടറി KR ജ്യോതിലാൽ തേടിക്കഴിഞ്ഞു. 3 കാര്യങ്ങളാണ് നിയമ സെക്രട്ടറിയോട് ചോദിച്ചിരിക്കുന്നത്. ഒന്ന്, രാജ്ഭവനിൽ നടക്കുന്ന അനൌദ്യോഗിക പരിപാടികളാണെങ്കിലും അതിൽ ഏതൊക്കെ ചിഹ്നങ്ങൾ, ഏതൊക്കെ കൊടികൾ ഉപയോഗിക്കണം എന്ന കാര്യത്തിൽ നിലവിലൊരു പ്രോട്ടോകോൾ ഉണ്ടോ? അങ്ങനെ ഒരു പ്രോട്ടോകോൾ ഇല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രോട്ടോകോളിന് വേണം എന്നാവശ്യപ്പെടാൻ മന്ത്രിസഭയ്ക്ക് കഴിയുമോ? ഇനി ഇത് രണ്ടുമില്ലെങ്കിൽ മന്ത്രിസഭയ്ക്ക് ഇതിനകത്ത് എന്താണ് ചെയ്യാൻ കഴിയുക? ഏറ്റവും കുറഞ്ഞത് ഇങ്ങനെ ചെയ്യുന്നത് ശരിയല്ല, ഇതിന് സർക്കാരിന് എതിർപ്പുണ്ട് എന്ന ഒരു ലെറ്റർ ചീഫ് സെക്രട്ടറിക്ക് ഗവർണർക്ക് നൽകാൻ കഴിയുമോ? അതുമായി ബന്ധപ്പെട്ട ഒരു തീരുമാനം മന്ത്രിസഭാ യോഗം എടുത്ത് അത് ഉത്തരവായി രാജ്ഭവന് കൈമാറാൻ കഴിയുമോ എന്നീ കാര്യങ്ങളിൽ ഒരു വ്യക്തത വരുത്തണം. ഇതിൽ എന്താണ് സർക്കാരിന് ചെയ്യാൻ പറ്റുക എന്ന കാര്യത്തിൽ വ്യക്തത നൽകണം എന്നതാണ് ചീഫ് സെക്രട്ടറി നിയമ സെക്രട്ടറിയോട് ചോദിച്ചിരിക്കുന്നത്. അതിൽ ഒരു മറുപടി ഇന്നോ നാളെയോ ചീഫ് സെക്രട്ടറിക്ക് കിട്ടും എന്ന് മനസ്സിലാക്കുന്നു. അതിനനുസരിച്ചായിരിക്കും സർക്കാരിന്റെ തുടർ നടപടികൾ ഉണ്ടാവുക. അതിനൊപ്പം തന്നെയാണ് രാജ്ഭവനിലേക്ക് പ്രതിഷേധ മാർച്ച്, മന്ത്രിമാരുടെ ഗവർണർക്കെതിരെയുള്ള പ്രതികരണങ്ങൾ. ഇന്ന് വൈകിട്ട് CPMന്റെ സംസ്ഥാന സെക്രട്ടറിക്ക് ശേഷം സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാധ്യമങ്ങളെ കാണും എന്ന് മനസ്സിലാക്കുന്നു. അപ്പോഴും ഗവർണർക്കെതിരായ പാർട്ടി നിലപാടുകൾ പറയുക എന്നതൊക്കെയാണ് തീരുമാനം. നേരത്തെ പറഞ്ഞതുപോലെ ഒരേ സമയം നിയമപരമായ നീക്കങ്ങളും രാഷ്ട്രീയമായ നീക്കങ്ങളും രാജ്ഭവനും ഗവർണറിനുമെതിരെ നടത്തുക എന്നതാണ് CPMന്റെയും സർക്കാരിന്റെയും തീരുമാനം. സുജയ. ഓക്കെ റഹീസ്. TV പ്രസാദ്, അങ്ങനെയാണെങ്കിൽ രാജ്ഭവൻ ഇതിനകം തന്നെ നിലപാട് എന്താണെന്ന് വ്യക്തമാക്കി കഴിഞ്ഞു. ഭാരതാംബയുടെ ചിത്രം രാജ്ഭവന്റെ മെയിൻ ഹാളിൽ ഉണ്ടാകും. അപ്പോൾ സർക്കാർ ഇങ്ങനെ ഒരു കടുംപിടുത്തത്തിലേക്ക് പോവുകയാണെങ്കിൽ ചിത്രം മാറ്റാതെ തുടരുന്ന ഒരു സാഹചര്യം തന്നെയായിരിക്കുമോ രാജ്ഭവനിൽ? അങ്ങനെയാണെങ്കിൽ സത്യപ്രതിജ്ഞയല്ലാതെ മറ്റു പരിപാടികൾ നടക്കാത്ത സാഹചര്യമാകുമോ പ്രസാദ്? ചിത്രം മാറ്റുന്ന പ്രശ്നമില്ല എന്നുള്ളതാണ് രാജ്ഭവന്റെ വിശദീകരണം. ഇന്നലത്തെ സംഭവത്തിൽ വി ശിവൻകുട്ടിക്കെതിരായ വാർത്താക്കുറിപ്പ് ഇറക്കിയതോടുകൂടി ഇന്നലത്തെ സംഭവം അവിടെ അവസാനിപ്പിച്ചു എന്നാണ് രാജ്ഭവൻ വിശദീകരിക്കുന്നത്. കത്തയക്കലും മറ്റ് നടപടികളും പ്രോട്ടോകോൾ ലംഘനത്തിൽ എന്ത് ചെയ്യാം എന്ന നടപടികളിലേക്കൊന്നും രാജ്ഭവൻ കടക്കുന്നില്ല. ഇന്നലത്തേത് ശിവൻകുട്ടിക്കെതിരായ പ്രസ്താവനയോടുകൂടി അവിടെ അവസാനിപ്പിച്ചു. പക്ഷേ ഇവിടുന്ന് അങ്ങോട്ടേക്ക് കാര്യങ്ങൾ കൂടുതൽ കടുപ്പിക്കുകയാണ് രാജ്ഭവൻ. ഇനിയിപ്പോൾ ഭാരതാംബയുടെ ചിത്രം എടുത്തു മാറ്റുന്ന പ്രശ്നമില്ല എന്നാണ് രാജ്ഭവൻ വിശദീകരിക്കുന്നത്. അതിനർത്ഥം ഉദ്ഘാടനമുള്ള ഒരു സർക്കാർ പരിപാടിയും ഇനി രാജ്ഭവനിൽ നടക്കാൻ സാധ്യതയില്ല എന്നുള്ളത് തന്നെയാണ്. സത്യപ്രതിജ്ഞ പോലെ ഉദ്ഘാടന ചടങ്ങൊന്നുമില്ലാത്ത വളരെ പെട്ടെന്ന് അവസാനിക്കുന്ന 5-10 മിനിറ്റ് കൊണ്ട് അവസാനിക്കുന്ന പരിപാടികൾ മാത്രമായിരിക്കും സംസ്ഥാന സർക്കാരിന്റേതും അതല്ലെങ്കിൽ ഔദ്യോഗിക പരിപാടിയുമായി അവിടെ നടക്കാനുള്ള സാധ്യത. രാജ്ഭവൻ സംഘടിപ്പിക്കുന്ന പരിപാടികൾ, രാജ്ഭവനിൽ നടക്കുന്ന മറ്റ് പരിപാടികൾ, അതിലെല്ലാം ഉദ്ഘാടന ചടങ്ങുണ്ടെങ്കിൽ ഭാരതാംബയുടെ ചിത്രം വെച്ച് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള തീരുമാനമാണ് രാജ്ഭവൻ എടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് കൂടുതൽ ഇടപെടൽ ഈ രാജ്ഭവനിൽ നടക്കുന്ന പരിപാടികൾ അത് പൂർണ്ണമായും ഒഴിവാക്കാൻ സംസ്ഥാന സർക്കാരിന് കഴിയുമോ? കാരണം ഗവർണറുടെ സാന്നിധ്യമുള്ള പരിപാടികൾ അത് ഔദ്യോഗികമായി തന്നെ നടത്തേണ്ട സാഹചര്യങ്ങളുണ്ടല്ലോ. അങ്ങനെ പൂർണ്ണമായും പരിപാടികൾ ഒഴിവാക്കി മുന്നോട്ട് പോകാൻ കഴിയുമോ? സംസ്ഥാന സർക്കാരിന്റെ ഔദ്യോഗികമായ, അതായത് രാജ്ഭവനിൽ തന്നെ നടത്തേണ്ട
ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന് സത്യപ്രതിജ്ഞയാണ്. സത്യപ്രതിജ്ഞയ്ക്ക് ഉദ്ഘാടന ചടങ്ങില്ല, അതുകൊണ്ട് വിളക്ക് വെക്കില്ല, ഭാരതാംബയുടെ ചിത്രവും ഉണ്ടാവില്ല. അപ്പോൾ അക്കാര്യത്തിൽ തടസ്സമില്ല. പിന്നെയുള്ളത് കേരളശ്രീ അവാർഡ് വിതരണമാണ് ഇത്രയും കാലം നടന്നിരുന്നത്. കേരളശ്രീ അവാർഡ് വിതരണത്തിലും ഇതുപോലെ ഒരു ഉദ്ഘാടന ചടങ്ങില്ല. അവിടെ പരിപാടി സംഘടിപ്പിക്കുന്നു, ആളുകളെ വിളിക്കുന്നു, അവാർഡ് കൊടുക്കുന്നു. അത്തരം പരിപാടികൾ, അതായത് സത്യപ്രതിജ്ഞയാണ് ഏറ്റവും പ്രധാനമായി ഭരണഘടനാപരമായി അവിടെ നടക്കേണ്ടുന്ന പ്രധാനപ്പെട്ട പരിപാടികളിൽ ഒന്ന്. അത് കൃത്യമായി നടക്കും, കാരണം ഉദ്ഘാടന ചടങ്ങില്ല. പക്ഷേ മറ്റേതെങ്കിലും രീതിയിൽ, ഉദാഹരണത്തിന് പരിസ്ഥിതി ദിനത്തിൽ നമ്മൾ കണ്ടതുപോലെ ഉദ്ഘാടനം നിശ്ചയിച്ചുള്ള പരിപാടി സർക്കാർ അവിടെ നടത്തുകയാണെങ്കിൽ ഉറപ്പായും ഈ പടം അവിടെ വെക്കാൻ തന്നെയാണ് ഗവർണറുടെ തീരുമാനം, രാജ്ഭവന്റെ തീരുമാനം. അപ്പോൾ നമുക്കൊരു കാര്യം ഉറപ്പിക്കാം, ഈ പ്രശ്നത്തിനൊരു പരിഹാരമായില്ലെങ്കിൽ ഇനി മുതൽ അങ്ങോട്ടേക്ക് ഉദ്ഘാടനമുള്ള ഒരു ചടങ്ങുകളും സർക്കാർ രാജ്ഭവനിൽ വയ്ക്കില്ല.